ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പീരുമേടാണ്. പീരുമേട് ഗസ്റ്റ് ഹൗസിലാണ്. ഗസ്റ്റ് ഹൗസ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സമയം 11:30 11:30 ആയി. ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഗസ്റ്റ് ഹൗസ് എന്നുള്ള പേരുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്കൊരു റെസ്റ്റ് എടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സേവനത്തോടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു അന്തരീക്ഷം, റിസപ്ഷനാണ്, ഒരു മനുഷ്യനില്ല. പിന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ആരോട് എന്ത് ചോദിക്കണമെന്നറിയത്തില്ല. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. പൈസ എത്ര ആണേലും പറഞ്ഞാൽ പ്രശ്നമില്ല, അത് കൊടുക്കാം. താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ വ്യക്തികളാണ് ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. 25 ശനിയാഴ്ചയാണ്. ഭയങ്കരം തന്നെ സംഭവമാണ് ഈ പ്രസ്ഥാനം. എന്ത് ചെയ്യണം? റിസപ്ഷനുണ്ട്, കയറി വരുന്ന എൻട്രി ഉണ്ട്. ഇല്ല, ഇവന്മാർ ഇതൊന്നും അടച്ചിട്ടാലും ഇങ്ങോട്ട് കയറി മൂടത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് പട്ടിയെ പോലെ നിൽക്കുന്ന അവസ്ഥ. എന്തായാലും ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. ഒരു കാര്യമില്ലാത്ത കേസായിട്ട് എനിക്ക് തോന്നിയുണ്ട്. ഗസ്റ്റ് ഹൗസ് ആണ്. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ സേവനങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒന്നും നോട്ട് ഇൻട്രസ്റ്റഡ്. നോർമൽ പേഴ്സൺസ്, ഹെവി ആളുകൾക്ക് മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇതിൻ്റെ ഈ വെച്ചുറപ്പിച്ചേക്കുന്ന എല്ലാ സെറ്റപ്പും കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെതായ സെറ്റപ്പുണ്ട്. എന്തായാലും കൊള്ളാം. ഞാൻ ഇവിടുന്ന് റിട്ടേൺ എടുക്കുകയാണ്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ആളും പേരും ഒന്നുമില്ല. ഇവിടെ വലിയവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, ചെറിയവർക്ക് ഒരു സ്ഥാനമില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ വണ്ടി റിട്ടേൺ എടുക്കുകയാണ്. എൻ്റെ പൊന്നു മന്ത്രിമാരെ, MLA മാരെ, നിങ്ങളൊക്കെ സാധാരണക്കാരെയും കൂടെ ഗവനിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മണിമാളികകൾ ഉണ്ടാക്കി വെക്കാതിരിക്കുക. പൈസ ഒരു പ്രശ്നമല്ല, നിങ്ങൾ എത്ര വേണം ചോദിച്ചാൽ തരാൻ പറ്റും. പക്ഷേ ഇമാതിരി പരിപാടി ബുദ്ധിമുട്ടുണ്ട്. ഈ 11:30 മണിക്ക് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ആശ്രയിച്ച് വന്നിട്ട് തിരിച്ച് റിട്ടേൺ പോകുന്ന ഒരവസ്ഥ, അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഈ ഇല്ലാത്ത പൈസ എടുത്ത് ഖജനാവിന്ന് എടുത്ത് തട്ടിക്കൂട്ടി നിങ്ങൾ ഈ മണിമാളിക ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എല്ലാവരെയും ഒന്നും പരിഗണിക്കേണ്ട. അത്യാവശ്യം ബിസിനസ് അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ട്രാവൽ ചെയ്ത് വരുന്ന ആളുകളെയൊക്കെ ഒന്ന് പരിഗണിക്കണം. ഈ വോയിസ് കേൾക്കുന്നവർ ഈ വക സാമാനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും സെറ്റപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു മര്യാദയും കൂടെ കാണിക്കണം. ഇതിൻ്റെ അകത്ത് റിസപ്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കണം. റിസപ്ഷനിൽ ഇരിക്കാൻ ഒരാൾ കാണണം. ഇത് ചുമ്മാ ഇത്രയും കാശ് മുടക്കിയിട്ട് തെണ്ടിത്തരം കാണിച്ചേക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ തെണ്ടിത്തരം എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം തന്നെ. എനിക്ക് റൂം കിട്ടാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇത്രയും ആഡംബരം നിങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റേതായ രീതിയിലുള്ളൊരു ഇതുകൊണ്ട് ഉണ്ടാക്കണം. ഞാൻ തിരിച്ച് റിട്ടേൺ പോവാണ്. നിങ്ങൾ 1000 രൂപയോ 1500 എന്തുവാണെങ്കിലും പ്രശ്നമില്ല. ഇവിടെ ഉണ്ടെങ്കിൽ പൈസ തരുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ആളുണ്ടെങ്കിൽ ഇതുപോലൊരു ഊമ്പിയ ഭരണവും ദേഷ്യം വരുന്നുണ്ട്. എൻ്റെയൊക്കെ മയിരുണ്ടാക്കി വെച്ചേക്കുന്നു.